അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അടുത്ത പീരീഡ് കൂടി കഴിഞ്ഞാൽ അതാ ഇൻ്റർവെല്ലാണ്. ഹാദിയ പേടിച്ച് വിറച്ചു. അതെ, എന്നോട് ആഷിഖ് ഉസ്താദ് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടുത്ത പീരീഡ് ആഷിഖ് ഉസ്താദാണ്, അതിൻ്റെ ശേഷമാണ് ഇൻ്റർവെല്ല്. റബ്ബേ, എനിക്ക് പേടിയാകുന്നു. അവളാകെ പേടിച്ചു പോയി. കാരണം എന്ത് പറയാനായിരിക്കും? എന്തൊക്കെ തന്നെയാലും എന്നെ ഈ കോളേജിൽ നിന്ന് ഒഴിവാക്കല്ലേ. അതെ, എന്നെ സസ്പെൻഡ് ചെയ്യാണ് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായിക്കൊണ്ട്. അതെ, അത് ഉറപ്പാണ്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ നിയമം അങ്ങനെയാണ്. ആരൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും നടക്കൂല. എനിക്ക് വേണമെങ്കിൽ പണം വാരി എറിയാം. എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് അത്ര ക്യാഷുണ്ട്. അതുകൊണ്ടൊന്നും ഇവിടെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. അതെ, ഇനിയിപ്പോൾ വല്ല രാഷ്ട്രീയക്കാരൊക്കെ അത് ഗവൺമെൻറ് കോളേജൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് അതൊന്നും അല്ലല്ലോ. ഇത് പ്രൈവറ്റ് കോളേജല്ലേ. എന്തപ്പോൾ ഞാൻ ചെയ്യുക? അവളുടെ ചിന്തകൾ അങ്ങനെ കാടു കയറിക്കൊണ്ടിരുന്നു. പെട്ടെന്നതാ ബെല്ലടിക്കുന്നു. അടുത്ത പീരീഡായി ആഷി ഉസ്താദിൻ്റെ പീരീഡ്. എല്ലാവർക്കും ആഷി ഉസ്താദിനെ അത്ര പേടിയൊന്നുമില്ല. ആഷി ഉസ്താദ് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഉസ്താദായതുകൊണ്ട് തന്നെ അത്ര ഷെഫീഖ് ഉസ്താദിൻ്റെ അത്ര ഭയമൊന്നുമില്ല. ഷെഫീഖ് ഉസ്താദ് കുറച്ച് സ്ട്രോങ്ങിൽ സംസാരിക്കും. ഇടയ്ക്കൊക്കെ തമാശയൊക്കെ പറയുമെങ്കിലും പക്ഷേ അത് കാര്യം പോലെ തന്നെയാണ് കൊണ്ടു നടക്കുക. അതിനിടയിൽ തമാശയില്ല. പക്ഷേ ആഷി ഉസ്താദ് വരുമ്പോൾ ആർക്കും അത്ര വലിയൊരു പേടിയൊന്നുമില്ല. കാരണം ആഷി ഉസ്താദിനോട് എന്തും ചോദിക്കാം. ശരിക്കൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് ആഷി ഉസ്താദിനെ എല്ലാവരും കാണുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആഷി ഉസ്താദിനോട് തുറന്ന് പറയാം. എന്നാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ആഷിഖ് ഉസ്താദ് പറഞ്ഞു തരികയും ചെയ്യും. അങ്ങനെ അത് രണ്ടാമത്തെ പീരീഡ് ആഷിഖ് ഉസ്താദിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അത്ര വലിയ പേടിയൊന്നുമില്ലാത്ത സമാധാനമായ പീരീഡാണ് ആഷിഖ് ഉസ്താദിൻ്റെ പീരീഡ്. പെട്ടെന്നതാ ആഷിഖ് ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സലാം അടക്കി. സിറ്റ് ഡൗൺ. പിന്നെ ഇന്നലെ തന്ന ഹോംവർക്കിൻ്റെ ഭാഗമൊക്കെ പഠിച്ചോ? പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? പഠിച്ചു ഉസ്താദേ, എല്ലാവരും പറയുന്നു. എന്നാൽ ഞാൻ 2 പാരഗ്രാഫ് കാണിച്ചു തരാം. നമ്മുടെ പാഠത്തിന് തൊട്ടടുത്തുള്ള 2 പാരഗ്രാഫ് അതെല്ലാവരും ഒന്ന് നോട്ടിലേക്ക് പകർത്തി എഴുതുക. നല്ല വൃത്തിയോട് കൂടി എഴുതണം. ഓക്കെ, അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ കൂടി എഴുതണം. ഹാദ്യ വരൂ. പെട്ടെന്ന് ഹാദ്യ ഞെട്ടിപ്പോയി. റബ്ബേ, എല്ലാവർക്കും ഒരു പണി കൊടുത്തിട്ട് എന്നെ ഈ ആഷി ഉസ്താദ് എന്തിനായിരിക്കും വിളിക്കുന്നത്? എന്നോട് പറഞ്ഞത് അടുത്ത പീരീഡ് ഇൻ്റർവെല്ലിൻ്റെ പീരീഡ് അങ്ങോട്ട് വരണം എന്നല്ലല്ലേ? അവൾ പേടിച്ചു. ഉസ്താദ് നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. സ്റ്റാഫ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാ ഉസ്താദുമാരും ഓരോ പീരീഡിലായിരുന്നു. എന്നാൽ ഇവരുടെ ക്ലാസ്സിൽ ആഷിഖ് ഉസ്താദിൻ്റെ സമയമായിരുന്നു അത്. എന്നാൽ എല്ലാവരോടും നല്ല അച്ചടക്കത്തോടു കൂടി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് തൻ്റെ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ആഷിഖ് ഉസ്താദ് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കിയെടുത്തത്. അതല്ല എങ്കിൽ കിട്ടില്ല. പിന്നെ സ്റ്റാഫ് റൂമിൽ വെച്ച് എല്ലാവരുടെയും മുമ്പെന്ന് അത് വേണ്ട, ഒരാളെയും വെറുതെ ഇൻസൾട്ട് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് തൻ്റെ ഒരു പീരീഡ് തന്നെ ആഷിഖ് ഉസ്താദ് അതിനു വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ്. ഹാദ്യ പേടിച്ചുകൊണ്ട് അതാ സ്റ്റാഫ് റൂമിൻ്റെ വാതിൽക്കൽ പതുക്കെ നടന്നു. ഹാദ്യ, ഇങ്ങോട്ട് വരൂ. അവൾ ഭയന്ന് വിറച്ചുകൊണ്ട് അതാ പതുക്കെ അങ്ങോട്ട് കയറി വരുന്നു. ഇവിടെ ഇരിക്കൂ. സ്റ്റാഫ് റൂമിൽ ആ ഒരു മേശയുടെ അപ്പുറത്തുള്ള ആ ഒരു ചെയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ പേടിച്ച് അവിടെ തന്നെ നിന്നു. ഇരുന്നൂടെ? ഇരിക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. അവൾ പേടിച്ചുകൊണ്ട് പതുക്കെ അതാ ആ കസാരയിൽ ഇരുന്നു. അവളുടെ കണ്ണും മുഖവും കണ്ടാൽ തന്നെ അറിയാം അവൾ ആകെ പേടിച്ചിട്ടുണ്ട്. ശരിക്കും അവൾക്ക് നല്ല ടെൻഷനുള്ളതായിരുന്നു. എന്താ ഹാദിയ, കരയാണോ? ഉസ്താദേ, എന്നോട് ക്ഷമിക്കണം. നീ നേരത്തെ കുറെ പറഞ്ഞതാണല്ലോ രാവിലെ. പിന്നെ ഹാദിയ, നീ ഒരു പെൺകുട്ടിയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കോളേജിൽ വരുന്നത് എന്തിനാണ്? നമ്മൾ നല്ലത് ചെയ്യാൻ, നല്ലത് ഉൾക്കൊള്ളാൻ, നല്ലത് പഠിക്കാൻ അല്ലേ? അല്ലാതെ ചീത്ത പഠിക്കാനും ഒരാൾ ആക്രമിക്കാനും ഒരാൾ ഉപദ്രവിക്കാനും ഒന്നുമല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് പറയാണ് ഹാദിയ, നമ്മൾ അറിവ് പഠിക്കാനും നല്ലത് പഠിക്കാനാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കോളേജിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ഒരിക്കലും പറയല്ല. നീ നിൻ്റെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്, നീ ചെയ്തത് ശരിയാണോ?
നമ്മുടെ കുടുംബത്തിലെടുക്കാം, നിൻ്റെ ജ്യേഷ്ഠത്തിയുടെ കാര്യം തന്നെ എടുക്കാം. നിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിന് ഒരു മെസ്സേജ് വരികയാണ്. അതെ, നിൻ്റെ ജ്യേഷ്ഠത്തി മറ്റുള്ളവരുടെ കൂടെ പോകുന്നവളാണ്, എൻ്റെ കൂടെ ഇനിയും വരണം, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് അത് വായിക്കാനിട വന്നാൽ നിൻ്റെ അളിയനത് സഹിക്കുമോ? അളിയനത് സഹിക്കാൻ കഴിയുമോ? അളിയൻ്റെ മനസ്സിലെന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായിരിക്കും അവരുടെ ജീവിതം? പിന്നെ സന്തോഷമുണ്ട് അവരുടെ ജീവിതത്തിൽ? ഇനിയിപ്പോൾ കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടെങ്കിലും നല്ല ദാമ്പത്യ ജീവിതം നയിച്ചവരാണെങ്കിലും ഇങ്ങനൊരു മെസ്സേജ് കാണുമ്പോൾ ആർക്കായാലും ഏതൊരു ഭാര്യ ഭർത്താവിൻ്റെയും ബന്ധത്തിനിടയിൽ ഒരു വിള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പൊന്നു ആദ്യം എനിക്ക് നിന്നോട് പറയാനുള്ളത്, നമ്മൾ ആരാണ്? മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നല്ലവരായ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ. അത്രയൊന്നും കഴിയൂലെങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഇബാദത്ത് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അതിനൊക്കെ വിട്ടുവീഴ്ച ഉണ്ട്. 5 വക്ത നിസ്കാരം, സക്കാത്ത്, നോമ്പ്, അതൊക്കെ നമ്മൾക്ക് അത്ര ഭാരപ്പെട്ടതൊന്നുമല്ല. പക്ഷേ ഒരാളെക്കുറിച്ച്, ഒരു വ്യക്തിയെ മോശമായി ചിത്രീകരിക്കുക, ഒരു വ്യക്തിയുടെ പേരിൽ മോശമായ സംസാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക, അങ്ങനെ പല മെസ്സേജുകൾ, അതൊക്കെ പടച്ചോൻ പുറത്തു തരുമോ? ശരിയാണ്, നമ്മളെ ഭാഗത്തുനിന്ന് എന്ത് കുറ്റം ചെയ്താലും അള്ളാഹു നമുക്ക് പുറത്തു തരും അല്ലേ? പക്ഷെ ഒരാളെ കുറിച്ചാവുമ്പോൾ അത് പുറത്തു തരൂല. അത് അവരെ കൊണ്ട് തന്നെ പൊരുത്തപ്പെടിപ്പിക്കണം. ഉസ്താദെ പ്ലീസ്. പിന്നെ ഷെഫീഖ് ഉസ്താദ് ഈ കാര്യം അറിയുന്ന നിമിഷം നിന്നെ ഈ കോളേജിൽ നിന്ന് അതെ ഉറപ്പായിട്ടും സസ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. ഇതിനു മുമ്പ് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നൊരു ഫോൺ എന്താ പിടിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ എന്താ സംഭവം? അത്രയ്ക്കും മോശമായത് അല്ല ആദ്യ. നീ ഒരിക്കൽ ഉസ്താദിൻ്റെ ഫോണ്, ഹബീബ് ഉസ്താദിൻ്റെ ഫോൺ വാങ്ങിയിട്ട് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ നിൻ്റെ ഫോണിലേക്ക്. അതൊക്കെ എവിടെ നിന്നാണ് ഈ ബുദ്ധിയൊക്കെ വരുന്നത്? ഇങ്ങനത്തെ ദുർബുദ്ധികൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ലല്ലോ. അതിന് എന്തൊക്കെ തന്നെയാലും ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിന് തക്കതായൊരു ശിക്ഷ നിനക്ക് തരാഞ്ഞാൽ, കാരണം നമ്മൾ ശിക്ഷ കൊടുക്കണം, അതൊരു സ്ഥാപനത്തിൻ്റെ വിധി. അതുമാത്രമല്ല, പൊതുവെ നമ്മുടെ മുസ്ലിം സമൂഹം ഒരാളെ നമ്മളെ എന്താ പറയുക, ഉപദ്രവിക്കാനും ഒന്നും പാടില്ല. ഒക്കെ നമുക്ക് നമ്മുടേതായ രീതി. എൻ്റെ പെങ്ങൾ ഐഷും ഹബീബ് ഉസ്താദും വളരെ ഡീസൻ്റായി നോർമലായി ജീവിച്ചു പോവാണ്. അവരിടക്ക് ഈ ഒരു കട്ടുറുമ്പായിട്ട് എന്തിനാണ് ഹാദ്യ നീ പോകുന്നത്? ഉസ്താദെ, ഇനി ഞാൻ പോവില്ല, ഒരിക്കലും പോവില്ല. ഞാൻ ആ മെസ്സേജുകളൊക്കെ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് എനിക്കൊന്നിനും കഴിഞ്ഞില്ല ഉസ്താദെ. ഞാൻ പടച്ച റബ്ബാണ് സത്യം, ഇനി ഒരിക്കലും ചെയ്യില്ല ഉസ്താദെ. ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. നിങ്ങളൊരിക്കലും എന്നെ കൈവിടരുത്. ഷെഫീഖ് ഉസ്താദ് അറിഞ്ഞാൽ എന്നെ എന്തായാലും സസ്പെൻഡ് ചെയ്യും. ആഷു ഉസ്താദിന് അല്പമെങ്കിലും ദയവുണ്ടെന്ന് എനിക്കറിയാം. ഉസ്താദെ പ്ലീസ്, ഞാൻ ഐഷുവിനോട് മാപ്പ് പറയാം, ഹബീബ് ഉസ്താദിനോട് മാപ്പ് പറയാം. ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് മാപ്പ് പറയാം ഉസ്താദെ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. അത് പകരമായിട്ട് ദയവായി എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ നിങ്ങൾ എന്നെ കൈവിടരുത് ദയവായി. എന്നാൽ പിന്നെ ആ മാപ്പ് പറച്ചിലങ്ങോട്ട് ചെയ്യാം. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇതാവില്ല. പക്ഷേ ഷെഫീഖ് ഉസ്താദ് എന്തായാലും സസ്പെൻഷൻ ഉറപ്പാണ് കേട്ടോ, അത് മറക്കണ്ട. ചെയ്ത് തെറ്റിൻ്റെ ആ ഒരു പ്രതിഫലമായിട്ട് സസ്പെൻഷൻ ഉണ്ടാവും. ഉസ്താദെ പ്ലീസ്, എൻ്റെ ഉപ്പാക്കൊരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതാണ്. ഞാനിനി വീട്ടിലേക്ക് സ്കൂളിൽ പോകാൻ നിൽക്കുന്ന കാണുമ്പോൾ പിതാവിന് വിഷമമായിരിക്കും. ദയവായി പ്ലീസ് എന്നെ നിങ്ങൾ. അവൾ കരഞ്ഞുകൊണ്ട് അതാ വീണ്ടും വീണ്ടും പറയുകയായിരുന്നു. പെട്ടെന്ന് അതാ ഉസ്താദ് ഐഷുവിനെ വിളിപ്പിക്കുന്നു. ഐഷുവിനെ വിളിച്ചു കൊണ്ടുവാ. ഐഷു വന്നു. ഐഷു, ഇവൾക്ക് നിന്നോട് എന്തോ പറയാണ്ട്. എന്താണ്? പിന്നെ ഹബീബ് ഉസ്താദ് ക്ലാസ്സിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു കൊണ്ടുവരണം. ഐഷു ചെല്ലേ. അങ്ങനെ അതാ ഹബീബ് ഉസ്താദിൻ്റെ മണവാട്ടി ഉസ്താദിൻ്റെ ക്ലാസ് തേടി പോകുന്നു. ഉസ്താദേ, ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഉസ്താദേ ഐഷു വന്നിക്കണേ. ഐഷു എവിടെ? അതാനടി ഉസ്താദിൻ്റെ പെണ്ണ്. പലരും അവിടെ അങ്ങനെ അഭിപ്രായപ്പെട്ടു. ആ എന്താ ഐഷു? ഇക്ക. ആ എന്താ? അതെ പറ. അതെ ആഷിക്ക് വിളിക്കുന്നുണ്ട്. ആഷിക്കോ? എന്താ? മക്കളെ പ്ലീസ് സൈലൻറ്റ്, ഞാനിപ്പോൾ വരാം കേട്ടോ. എന്താ ഇഷ്യൂ? അത് ഹാദിയ ഉണ്ട് അവിടെ. ഹാദിയോ? ഹോ,
ഇനി മാതിയുടെ മുഖത്ത് നോക്കി എനിക്ക് വയ്യ. അവൾ കാട്ടിക്കൂട്ടിയതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വെറുത്തു പോവാണ് എനിക്ക് ചെയ്തത്. എനിക്കൊട്ടും താല്പര്യമില്ല അവളോട് സംസാരിക്കാൻ. അവളെന്തോ പറയുന്നുണ്ട്. എൻ്റെ എനിക്കിനിപ്പോൾ അതും കൂടെ വേണ്ട. സത്യം പറഞ്ഞാൽ നിങ്ങളെ ക്ലാസ്സിലേക്ക് വരുന്നതിന് എനിക്കൊരു കലിപ്പാണ് അവളുടെ മുഖം കാണുമ്പോൾ. അതൊക്കെ ക്ഷമിച്ചൂടെ? എന്താ ഇഷ്യൂ നീ പറയുന്നത്? ജീവിതം വെച്ചിട്ടാണ് അവൾ കളിച്ചത്. നിനക്ക് അറിയില്ല ഞാൻ എത്രമാത്രം ടെൻഷനായെന്ന്. അതിനു മുമ്പേ നീയും ടെൻഷനായതല്ലോ. നീയും അനുഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ. നിൽക്കാൻ കഴിഞ്ഞിട്ട് ആകെ കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ. അതിനിടയ്ക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമൊക്കെ സഹിച്ചതാണ് നമ്മൾ രണ്ടുപേരും. ഇനിയിപ്പോൾ എനിക്ക് കാണാൻ താല്പര്യമില്ല. ഉസ്താദ് തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുന്നു. പ്ലീസ് വരി. ഐഷു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ? നിന്നെ ആരൊക്കെ തന്നെ എന്തൊക്കെ ചെയ്താലും ഒന്നും നിനക്ക് പ്രശ്നമില്ലല്ലോ. നോ പ്രോബ്ലം. എനിക്കാണ് എൻ്റെ മനസ്സ് മായണില്ല. കാരണം നിനക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് എനിക്ക് വന്നതും എല്ലാം കൂടി ആലോചിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് പഠിച്ചവനെ വേണ്ടില്ലായിരുന്ന കല്യാണം വരെ തോന്നിപ്പോയി. അത് എത്രമാത്രം സങ്കടപ്പെട്ടുന്ന ഞാനും നീയും. ഇനിയും അവളുടെ ക്ഷമിക്കുന്നവിടെ കൂടിയാണ് അള്ളാഹു എന്നല്ലേ? അതൊക്കെ ശരി തന്നെയാണടി. പക്ഷെ മനസ്സിനുള്ളിൽ അത്രക്കും സഹിക്കാൻ പറ്റാത്ത സംഭവമായിട്ടാണ്. വേറെ എന്തൊക്കെയാണെങ്കിൽ സഹിക്കാം. പക്ഷേ എൻ്റെ ഐശുവിന് മറ്റൊരു ബന്ധം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ വേണ്ട എനിക്ക് സഹിക്കാൻ കഴിയുമോ? അത് ആർക്കെങ്കിലും സഹിക്കാൻ കഴിയുമോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ അവർ നടന്ന് സ്റ്റാഫ് റൂമിൻ്റെ അരികിലെത്തുന്നു. ഹബീബ് ഉസ്താദെ വരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ഇവളോട് പിടിച്ചിരുത്തിക്കണേ? ഹബീബ് ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം ശരിക്കും ഹബീബ് ഉസ്താദിനെ കണ്ടപ്പോൾ ഹാദിയ ശരിക്കും ഒന്ന് പരുങ്ങിപ്പോയി. അവൾ ആശയുടെ അരികിലേക്ക് നീങ്ങി നിൽക്കുകയാണ്. ഹബീബ് ഉസ്താദിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നില്ല. എന്തിനാ അവളോട് പിടിച്ചു വെച്ചത്? ഹബീബ് ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ആഷി പറയുന്നു, അതെ ഹബീബ് ഉസ്താദെ, ഇവൾക്ക് എന്തോ നിങ്ങളോട് പറയാണ്ട്. എന്നാൽ അത് കേട്ടതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബ് ഉസ്താദിൻ്റെ അരികിലേക്ക്, ഉസ്താദെ ഐഷോ എന്നോട് പൊറുക്കണം. ഞാൻ നിങ്ങളുടെ പേരിൽ പല രീതിയിലുള്ള പ്രചരണങ്ങളും ഉണ്ടാക്കി. അതെ, പല രീതിയിലും എല്ലാവരോടും പറഞ്ഞൊക്കെ നടന്നു. നിങ്ങളെനിക്ക് പുറത്തു തരണം. എന്നാൽ ഹബീബ് ഉസ്താദിൻ്റെ മനസ്സ് തെല്ലുമൊന്നും ഇളകിയില്ല. അതെ, താൻ അനുഭവിച്ച വേദന, അതും തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ കുറിച്ച് അത്രക്ക് മോശമായ രീതിയിൽ. അതെ, ഐഷുവിന് മറ്റു ബന്ധമുണ്ട്, ഐഷു അങ്ങനെയാണ്, പലരുടെ കൂടെ പോയിരുന്നോ, വീണ്ടും എൻ്റെ കൂടെ വരും, എന്തൊക്കെയാണ് അവൾ പറഞ്ഞ വാക്കുകൾ. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഹബീബ് ഉസ്താദിന് ക്ഷമിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അത് അവൾ പറയുന്നത് കേട്ടില്ലേ? എന്നാൽ പെട്ടെന്ന് തന്നെ ഐഷു പറഞ്ഞു, ഹാദിയ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം ഞങ്ങളുടെ ജീവിതം വെച്ച് ഐഷു പ്ലീസ്, ഇനി ഒന്നും ഞാൻ ചെയ്യില്ല. നഷ്ടപരിഹാരമായിട്ട് ഞാൻ എന്തും നിങ്ങൾക്ക് തരാം. എന്നാൽ ഹബീബ് ഉസ്താദിന് സങ്കടമായിരുന്നു. കാരണം തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ കുറിച്ച് അത്രക്ക് മോശമായ രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിപ്പിച്ചത്. അതും ഒരു അവിഹിത ബന്ധം എന്നുള്ള രീതിയിൽ. റബ്ബേ, പെട്ടെന്ന് ആഷി ഉസ്താദ് ഐഷു പൊരുത്തപ്പെട്ടെന്ന് തോന്നണോ? പക്ഷേ ഹബീബ് ഉസ്താദ് പൊരുത്തപ്പെട്ടിട്ടില്ല ഹാദിയ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹബീബ് ഉസ്താദെ, ഞാൻ എൻ്റെ ഓരോ സ്വഭാവം കൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയി. അതെ, എനിക്ക് എന്തൊക്കെയോ തോന്നിയിരുന്നു. നിങ്ങളൊരിക്കലും ഒരുമിച്ച് ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ തോന്നിപ്പോയി ഉസ്താദെ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അറിയാതെ തെറ്റ് പറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും അത് ചെയ്യില്ല. ദയവായി നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഹാദിയ കേട്ടല്ലോ, ഉസ്താദുമാരെ വെറുപ്പിച്ചു കഴിഞ്ഞാലേ അത് ഈ ലോകത്തും പരലോകത്തൊന്നും അത്ര നന്നാവില്ല കേട്ടോ. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? അതെ, അവർക്ക് 3 പേർക്കും നമ്മൾ നല്ല സ്ഥാനം കൊടുക്കേണ്ടതാണ്. നമ്മുടെ മാതാപിതാക്കളെ പോലെ തന്നെ ഗുരുനാഥന്മാരും. അവരെങ്ങനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? അത്രക്കും, അത് സ്വന്തം ഭാര്യയുടെ പേരിൽ ഇങ്ങനെ അപവാദങ്ങളൊക്കെ പറഞ്ഞു പരത്തി. ഇനിയെങ്കിലും സൂക്ഷിച്ച മോളെ. ഏതായാലും പറ്റാനുള്ളത് പറ്റിക്കഴിഞ്ഞു. ഉസ്താദെ പ്ലീസ്, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറയൂല. ഇനി ഞാൻ ഒന്നും ചെയ്യൂല. അവൾ കരഞ്ഞപേക്ഷിക്കുകയാണ് വീണ്ടും വീണ്ടും. എന്നാൽ പെട്ടെന്ന് ഷെഫീഖ് ഉസ്താദും അതുവഴി കടന്നു വന്നു. എന്താ ഷെഫീഖ് ഉസ്താദ് എന്തോ ഒരു സാധനം എടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. ഹാദിയയും ഐഷുവും എന്താ ഇവിടെ വലിയ വിചാരണയാണല്ലോ. ഉസ്താദ് പറഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും പേടിയായി. അതെ, ഷെഫീഖ് ഉസ്താദ് തന്നെ ഇന്ന് മുതൽ നീ വരണ്ടെന്ന് പറയും. എന്നാൽ ചെറിയൊരു സൂചന ഷെഫീഖ് ഉസ്താദിനോട് കൊടുത്തിരുന്നു. പക്ഷെ കൂടുതലായൊന്നും പറഞ്ഞില്ല. ഹാദിയ
ഹാദിയ, എന്താ നിന്റെ തീരുമാനം? ഇനിയും ഇത് തുടരണോ അതോ എന്താ? എന്ത് വേണമെങ്കിൽ തീരുമാനിക്കുക. പിന്നെ രക്ഷിതാവിനെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറയൂട്ടോ. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിന്നെ ഉസ്താദെ പ്ലീസ്. എന്നാൽ ആഷി ഉസ്താദിൻ്റെ അരികിലേക്ക് തന്നെ ഹാദിയ ഓടിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, ഇല്ല ഉസ്താദെ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല. എനിക്ക് ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ മാപ്പ് തരി. ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല ഉസ്താദെ പ്ലീസ്. ഉസ്താദെ പ്ലീസ്, എന്നെ ഡിസ്മിസ്, എന്നെ ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യരുതെന്ന് പറയൂ ഉസ്താദെ. അവൾ ആഷി ഉസ്താദിൻ്റെ അരികിൽ അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആഷി ഉസ്താദ് അതാ ഷെഫീഖ് ഉസ്താദിനോടൊന്ന് കണ്ണിറുക്കി കാണിച്ചു. പേടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഹാദിയ, ഉറപ്പ് തരണം, ഇവിടെ നീ സൈൻ ചെയ്യണം. ഇനി ഒരിക്കലും ഈ കോളേജിൻ്റെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യില്ല. അഥവാ ചെയ്താൽ തന്നെ ആ നിമിഷം ഈ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടും. എന്താ? ഉസ്താദെ, എനിക്ക് സ്ഥാനമൊന്നും വേണ്ട. എൻ്റെ ലീഡർ സ്ഥാനമൊക്കെ ഞാൻ ഐഷുവിന് കൊടുത്തോളാം. എന്നെ നിങ്ങൾ ദയവായി ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി. എൻ്റെ വീട്ടിലേക്ക് എന്നെ ഇനി പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്നെ കോളേജിലേക്ക് വിടില്ല ഉസ്താദെ പ്ലീസ്. എന്നെ ഇനി ഉറപ്പായിട്ടും വിടില്ല, ഉറപ്പാണ് എനിക്ക്. അതെ, ദയവായി ആഷിഖ് ഉസ്താദിനോട് കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞു അവൾ. ശരിക്കും ആഷിഖ് പറഞ്ഞു, ഹാദിയ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിങ്, ഓക്കെ? ഇനി ഇതുപോലുള്ള തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല, മനസ്സിലായല്ലോ? പക്ഷെ ഷെഫീഖ് ഉസ്താദിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് എക്സ്ക്യൂസ് നൽകും, അതെ, ഇങ്ങനെ തെറ്റുകളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഷെഫീഖ് ഉസ്താദ് അങ്ങനെയല്ല, പറഞ്ഞാൽ വാക്കാണ്. ഹാദിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ ആ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് പോയി. ഉസ്താദെ, ഞാൻ ഒരിക്കലും ഇനി ചെയ്യില്ല, ദയവായി നിങ്ങൾ എൻ്റെ അപേക്ഷ സ്വീകരിക്കണം. ഹാദിയ, എഴുന്നേൽക്ക്, ക്ലാസ്സിലേക്ക് പോ. അങ്ങനെ അതാ ആഷിഖ് ഉസ്താദ് അതാ അവളെ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുന്നു. അവൾ നേരെ അതാ ഐഷുവിൻ്റെ അരികിലേക്ക്, ഐഷു പ്ലീസ് എടി, പറയടി പ്ലീസ് മോളെ, ഞാൻ ഒരിക്കലും ഇനി ചെയ്യില്ല. ഇനി ഒരിക്കലും എന്തുണ്ടെങ്കിലും ഞാൻ കാല് പിടിക്കുന്നുണ്ട് പ്ലീസ്. ഹാദിയ, ഞാൻ പറഞ്ഞല്ലോ, പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. പിന്നെ ഷെഫീഖ് ഉസ്താദാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതെന്താണെന്നറിയില്ല. ഇനി ആഷിയൊന്ന് കനിഞ്ഞരുളിയാൽ ഒരു പക്ഷേ ഷെഫീഖ് ഉസ്താദിൻ്റെ മനസ്സ് മാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.